ചരിത്രമുറങ്ങുന്ന കോഴിക്കോടൻ മണ്ണിൽ 220 വർഷങ്ങളായി തലയുയർത്തി നിൽക്കുന്ന മഹാവിദ്യാലയം സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് പഠിച്ചും കളിച്ചും വലുതായ വർഷങ്ങളിൽ തമാശകൾക്കും കുസൃതികൾക്കും ചെങ്ങാത്തങ്ങൾക്കും പിണക്കങ്ങൾക്കുമെല്ലാം പശ്ചാത്തലമൊരുക്കിയ ഈ സ്കൂൾ ഇവിടുത്തെ ഓരോ പൂർവ്വ വിദ്യാർത്ഥിയുടെയും സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. സ്കൂൾ നാളുകളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് ബാസ്ക്കറ്റ് ചെയ്തുകൊണ്ട് ആ പഴയ കാലമാകുന്ന ബദാം മരം ആകാശത്തോളം വളർന്നു നിന്നു. കൗമാരത്തിൻ്റെ കുസൃതികൾക്ക് സാക്ഷിയായ വരാന്തകൾ, ഉത്സാഹത്തോടെ ഓടിക്കയറിയിരുന്ന പടവുകൾ, ശകാരിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് സ്നേഹിച്ചിരുന്ന ഇരട്ടപ്പേരുള്ള അധ്യാപകരുടെ സ്റ്റാഫ് റൂം, ഉച്ചയൂണിനായുള്ള ബെൽ മുഴങ്ങുമ്പോൾ മൈതാനത്തേക്ക് കുതിക്കാനായി തുറക്കപ്പെട്ടിരുന്ന ഗേറ്റ്, പൊരിവെയിലത്തെ പന്തുകളിയുടെ ആവേശത്തിനു മുന്നിൽ വിശപ്പ് പോലും തോൽവി സമ്മതിച്ചിരുന്നല്ലോ ആ നാളുകളിൽ. ബദാം മരങ്ങൾ തണൽ വിരിച്ച ബാസ്കറ്റ്ബോൾ കോർട്ട്, ജാതിമത ഭേദമില്ലാതെ പരീക്ഷാ ദിവസങ്ങളിൽ ഉള്ളുരുകി പ്രാർത്ഥിച്ചിരുന്ന ദേവാലയം, പരീക്ഷാ ബോർഡ് ബാറ്റാക്കിയും ബദാം കായ ബോളാക്കിയും ക്രിക്കറ്റ് കളിച്ചിരുന്ന പള്ളിമുറ്റം, കെട്ടിടങ്ങൾക്കും അവയ്ക്കുമേലുള്ള ചായങ്ങൾക്കും ഏറെ മാറ്റം വന്നെങ്കിലും ഇവിടുത്തെ ഭൂമിക്കും വായുവിനുമെല്ലാം ആ പഴയ സ്കൂൾ ദിനങ്ങളുടെ അതേ ഗന്ധം. ഗൃഹാതുരത്വത്തിൻ്റെ നിറങ്ങളാണല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂൾ ഞങ്ങൾക്ക് ഗൃഹാതുരത്വത്തിൻ്റെ അവസാന വാക്കാവുന്നതും അതുകൊണ്ടായിരിക്കണം. കറുപ്പും വെളുപ്പും ചേർന്ന യൂണിഫോം കടന്നുപോയ കാലത്തിൻ്റെ ഏറ്റവും അർത്ഥവത്തായ അടയാളം തന്നെ. ഓർമ്മകളുടെ തേരിലേറി 17 വർഷം പുറകിലേക്ക് ഒരു യാത്ര നടത്താൻ തീരുമാനിച്ചത് കഴിഞ്ഞ മാർച്ചിലായിരുന്നു. ജീവിതത്തിന് അടിത്തറ പാകിയ സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് 1996 ബാച്ചുകാരുടെ ഒരു മടക്കയാത്ര. വന്ന വഴി മറക്കുന്നവരല്ല ഈ മണ്ണിൽ നിന്നും വളർന്നു വലുതായ ആൺകുട്ടികൾ. 6 മാസങ്ങൾക്ക് മുൻപേ ഇത്തരത്തിലുള്ള ഒരു പുനഃസമാഗമത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ 1996 ചുണക്കുട്ടികൾ ഉറപ്പു തന്നിരുന്നു, ലോകത്തിൻ്റെ ഏതു കോണിലായാലും തങ്ങൾ എത്തിയിരിക്കുമെന്ന്. ജീവിതത്തിലെ വലിയ വലിയ തിരക്കുകൾ മാറ്റിവെച്ച് ഓർമ്മകൾ ഉറങ്ങുന്ന സ്കൂൾ വരാന്തയിലേക്ക് തിരിച്ചു നടക്കാൻ ഓരോരുത്തരും തയ്യാറായി. 2013 ഒക്ടോബർ 12. നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം പഴയ കൂട്ടുകാർ വീണ്ടും സെന്റ് ജോസഫ്സിന്റെ മുറ്റത്ത്. കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും അണിഞ്ഞ് ഒരു 15-കാരൻ്റെ മനസ്സോടെയായിരുന്നു ഓരോരുത്തരും എത്തിയത്. രാവിലെ സ്കൂളിൽ നേരത്തെ എത്തിയാൽ സൊറ പറഞ്ഞുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ ഉപയോഗപ്പെടാറുള്ള മോർണിംഗ് സ്റ്റഡി എന്ന ഏർപ്പാടിനെക്കുറിച്ചും ലേബലുകൾ വാരിയെറിഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്ന ഇലക്ഷൻ പ്രചരണങ്ങളെക്കുറിച്ചും ഉപ്പിലിട്ട മാങ്ങയും ചെത്തൈസും വിറ്റിരുന്ന ഗേറ്റിനു പുറത്തെ ഉന്തുവണ്ടിക്കാരെക്കുറിച്ചും വായ്നോട്ടത്തിൻ്റെ ബാലപാഠങ്ങൾ പയറ്റാൻ ഒരു മതിലിനപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന കോൺവെന്റ് ഗേൾസിനെക്കുറിച്ചുമെല്ലാം വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ട് ഏവരും സ്കൂൾ കുട്ടികളായി മാറിക്കഴിഞ്ഞിരുന്നു. പ്രധാന അധ്യാപകൻ എന്ന വാക്കിന് ഏറ്റവും നല്ല പര്യായമായിരുന്ന ഫാദർ ജോസഫ് കല്ലേപ്പള്ളിൽ ഞങ്ങൾക്ക് മുന്നിലേക്ക് തിരികെ എത്തി. ഒപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരും. കാലത്തെ അക്ഷരാർത്ഥത്തിൽ 1996 എത്തിക്കാൻ പിന്നീട് ഞങ്ങൾ സ്കൂൾ അസംബ്ലിയിൽ അണിനിരന്നു. 96 SSLC ബാച്ചിലെ ABCDE ഡിവിഷനുകൾ 5 വരികളിലായി നിലകൊണ്ടു. മനസ്സിൽ മായാതെ കിടന്ന പ്രാർത്ഥനാ ഗാനങ്ങൾ ഗായകൻ കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ആ പഴയ ടീം ആലപിച്ചപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ച വികാരം വിവരണങ്ങൾക്കപ്പുറത്താണ്. സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും
ഹംഗചാരുകടാക്ഷമാലകളക്കരശ്മീനീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. സാലി എന്ന സ്കൂൾ ലീഡറുടെ വ്യക്തിപ്രഭാവം വീണ്ടും തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ. ഭാരതം എൻ്റെ രാജ്യമാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഒരിക്കൽ കൂടി പ്രതിജ്ഞ എടുത്തതിന് ശേഷം കല്ലേപ്പള്ളിലച്ചൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രസംഗം തുടങ്ങി. പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, 1996 എന്നെ സംബന്ധിച്ചുള്ളത് എൻ്റെ അവസാനത്തെ ബാച്ചായിരുന്നു. നിങ്ങൾ സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചതിൽ അഭിമാനം കൊള്ളണം. സെൻറ്റ് ജോസഫ് സ്കൂൾ ഒരു പ്രത്യേക സ്കൂളാണ്. സാധാരണക്കാരുടെ കുട്ടികൾ വന്ന് പഠിക്കുന്ന സാധാരണ പല തലത്തിലുള്ള ആൾക്കാരുണ്ട്. എഞ്ചിനീയർമാരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ മക്കൾ പഠിക്കുന്നെങ്കിലും പക്ഷേ സമഭാവനയോടുകൂടി ടീച്ചേഴ്സും സ്റ്റുഡൻസും ജീവിതത്തിലേക്ക് വേണ്ടുന്ന ഏതാനും മൂല്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് സ്വാംശീകരിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത്. എത്ര നല്ല ഉയർന്ന പദവിയിലെത്താനും സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ ഓൾഡ് ബോയ് എന്ന ആ പദവിക്ക് നിങ്ങൾ അർഹരാണ്. അതിനനുസരിച്ച് ജീവിക്കണം. അസംബ്ലി പിരിഞ്ഞതിനു ശേഷം എല്ലാവരും ക്ലാസ് റൂമിലേക്ക് നീങ്ങി. 10:30 മണിയോടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരൊറ്റ ക്ലാസ് റൂമിൽ ഒത്തുചേർന്നു. കാലാന്തരത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ അധ്യാപകരായ വർഗീസ് മാഷ്, മണിമാഷ്, മാറി ടീച്ചർ, സഹപാഠികളായിരുന്ന അബ്ദുൾ ബാസിദ്, സിനിത്, സുബിൻ മാനുവൽ, നോൺ ടീച്ചിങ് സ്റ്റാഫായ ജോർജേട്ടൻ, ജോസഫേട്ടൻ, വേലായുധേട്ടൻ എന്നിവരെ സ്മരിച്ചുകൊണ്ടാണ് ചടങ്ങ് തുടങ്ങിയത്. വിട്ടുപിരിഞ്ഞവരുടെ ആത്മാവിനു വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഇടശ്ശേരി അച്ഛൻ നേതൃത്വം നൽകി. 17 വർഷങ്ങൾക്കപ്പുറമുള്ള ഓർമ്മകളിലേക്ക് ഏവരെയും കൊണ്ടുപോകാനുള്ള സ്ലൈഡ് ഷോ തുടങ്ങി. കൂട്ടച്ചിരികൾക്കും കയ്യടികൾക്കും ഇൻ്റർവെൽ ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം കൊണ്ട് കാലത്തെ പുറകോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്ന കല്ലേപ്പള്ളിലച്ചൻ്റെ കയ്യൊപ്പ് സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ കരഘോഷം അതിൻ്റെ പാരമ്യത്തിലെത്തി. 1996 ബോയ്സിനെ പഠിപ്പിച്ച മുഴുവൻ അധ്യാപകരുടെയും പേരുകളും ചിത്രങ്ങളും ഫോൺ നമ്പറുകളും അടങ്ങിയ ഡയറക്ടറി വിതരണം ചെയ്തു. നന്നായി പഠിപ്പിക്കുക എന്നതിനപ്പുറം നന്നായി പ്രചോദിപ്പിക്കുന്നവരാണ് നല്ല അധ്യാപകർ എന്ന യാഥാർത്ഥ്യം ഞങ്ങളെ അനുഭവിപ്പിച്ച ഗുരുക്കന്മാർക്കുള്ള സ്നേഹസമ്മാനം നൽകാൻ നേരമായി. തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർക്കായി മെമൻറ്റോ കൈമാറാൻ പലരും നിർബന്ധം പിടിക്കുന്നുണ്ടായിരുന്നു. ചിലർ അധ്യാപകരെക്കുറിച്ചുള്ള രസകരമായ ഓർമ്മകൾ പങ്കുവച്ച് ഏവരെയും പൊട്ടിച്ചിരിപ്പിച്ചു. മറ്റു ചിലർ ഏറ്റവും വികാര തീവ്രമായ ഭാഷയിൽ സംസാരിച്ച് കണ്ണുകളെ ഈറനണിയിച്ചു. പക്ഷെ എനിക്കിപ്പോ ഒരു അഭിമാനമുണ്ട്. ഞാൻ എവിടെയും തോൽക്കുമെന്ന ഘട്ടത്തിൽ ഞാനിപ്പോ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ആ റോസ് ടീച്ചറെ ഓർക്കും. കാരണം എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ആ ടീച്ചറെ ആവശ്യമാണ്. ടീച്ചറെ മുഖം കാണുമ്പോൾ എനിക്ക് ശരിക്കും സത്യമായിട്ട് പറയാൻ ആത്മാർത്ഥമായി പറയാണ്, ടീച്ചറാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. നിറഞ്ഞു തുളുമ്പുന്ന തങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള മറുപടികളുമായി അധ്യാപകർ ഓരോരുത്തരും സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങളും നിങ്ങളും ഒന്നാണ്. അറ്റമില്ലാത്തൊരു ജീവിതത്തിൽ നമ്മൾ ഒറ്റയല്ല. തോമസ് ഫാദറും KC ജോസ് സാറും പാട്ടുകളിലൂടെ തങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. റോസി ടീച്ചറുടെ ഈ വാക്കുകൾ ഞങ്ങളുടെ മനസ്സിൽ കുറച്ചൊന്നുമല്ല അഭിമാനം നിറച്ചത്. ഏറ്റവും ഒടുവിൽ സംസാരിച്ച ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്റർ MV ജോസ് സർ 1996 ബാച്ചിന് നന്മയുടെ ബാച്ച് എന്ന വിശേഷണമാണ് നൽകിയത്. മലയാളികൾ നന്മ കാണുന്നതിനപ്പുറം തിന്മ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം. ഇതെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു ചിന്തയാണ്. നിങ്ങൾ
സ്കൂളിനെ കുറിച്ച് നന്മ മാത്രമുണ്ട്. നിങ്ങൾക്ക് അല്ലാത്ത അനുഭവങ്ങളുമൊക്കെ ഇതൊന്നൊക്കെ എല്ലാം പറഞ്ഞ് നന്മ മാത്രം തിരിച്ചത്. സ്കൂൾ ലീഡറുടെ വോട്ട് ഓഫ് താങ്ക്സ് ആയിരുന്നു പിന്നീട്. എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരും നമ്മുടെ സുഹൃത്തുക്കളും സഹപാഠികളും പറഞ്ഞു പറഞ്ഞ പോലെ ഇതൊരു തുടക്കം മാത്രമാണ്. 96 ബോയ്സ് സെന്റ് ജോസഫിന്റെ ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ 2013 ഒക്ടോബർ 12 എഴുതപ്പെടണം. ഹൃദയവിശാലതയുള്ള ജീവിതത്തെ ഏറ്റവും പോസിറ്റീവായി കാണുന്ന ഈ 96 ബാച്ചുകാരെ ഒരുമിപ്പിക്കാനും ഓർമ്മകൾ മെയ്യുന്ന ഈ തിരുമുറ്റത്തേക്ക് തിരിച്ചെത്തിക്കാനും സാധിച്ചതിൻ്റെ പേരിൽ പ്രിയ കൂട്ടുകാരുടെ വക സ്നേഹോപഹാരം. ഏത് നിമിഷവും അവരോട് ബന്ധപ്പെട്ട് നിൽക്കാൻ ഒരു ടാബ്ലറ്റ് കമ്പ്യൂട്ടർ. മാർച്ചിൽ സെൻറ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിനോട് വിട പറഞ്ഞു പോവും മുമ്പ് ചെയ്തതുപോലെ വീണ്ടും ഒരു ഫോട്ടോഷൂട്ട് അതേ പള്ളിമുറ്റത്ത് വെച്ച്. അപ്പോഴേക്കും ലഞ്ച് ഇൻ്റർവെല്ലിനുള്ള സമയമായിരുന്നു. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള സംവാദമായിരുന്നു പിന്നീട് നടന്നത്. വിവിധ തൊഴിൽ മേഖലകളിൽ ചേക്കേറിയ 1996 ബോയ്സിൻ്റെ പ്രതിനിധികളോട് 2013 ബോയ്സിൻ്റെ ചോദ്യങ്ങൾ. ഇന്ന് നാട്ടിലെ മുക്കിലും മൂലയിലും ഡോക്ടർമാരുണ്ട്. അപ്പോൾ ഒരു സേവന മനോഭാവത്തിന്റെ പേരിലാണോ അതോ ഒരു ജീവിത മാർഗം എന്ന നിലയിലാണോ സാറ് ഈ ഡോക്ടർ ഉദ്യോഗം തരുന്നത്? രണ്ടും എന്നായിരിക്കും ഉത്തരം. സേവിക്കണം എന്നുണ്ടെങ്കിൽ ജീവിക്കാതെ പറ്റില്ല. ജീവിക്കാനുള്ള മാർഗം ഉള്ള നിലയ്ക്കും ഒരു നല്ല പ്രൊഫഷനാണ് ഒരു ഡോക്ടർ പണി. സ്റ്റാഫ് സെക്രട്ടറി തോമസ് മാത്യു സാറായിരുന്നു സംവാദം നിയന്ത്രിച്ചത്. 3:30 മണിയോടെ മൈതാനമുണർന്നു. ടീം ജേഴ്സികളുമായി ഏവരും ഗ്രൗണ്ടിലേക്ക് നീങ്ങി. ഈ മൈതാനത്ത് കളിച്ച് കൊതി തീരാത്തവർ 2 ടീമുകളായി തിരിഞ്ഞു. 96 റെഡും 96 ബ്ലൂവും. ജീവിതത്തിലെ സകല സമ്മർദ്ദങ്ങളും തിരക്കുകളും മറന്നുകൊണ്ട് ഫുട്ബോൾ മാച്ചിന് കിക്ക് ഓഫായി. അരമണിക്കൂർ നീണ്ട വീറുറ്റ മത്സരത്തിൽ 1-4 ഗോളുകൾക്ക് 96 ബ്ലൂ വിജയം കണ്ടു. ബ്ലൂ ക്യാപ്റ്റൻ ജിബിൻ ജോർജ് പോപ്പൻ സാറിൽ നിന്നും സമ്മാനം സ്വീകരിച്ചു. നിറവ്യത്യാസങ്ങളില്ലാതെ ഏവരും സമ്മാനം പങ്കിട്ടു. ഏറ്റവും പ്രിയപ്പെട്ട 96 ബോയ്സിൻ്റെ സ്നേഹത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി ഒന്നുമല്ലാതായി പോയ നിമിഷങ്ങൾ. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സ്കൂൾ ദിനത്തിൻ്റെ അവസാനത്തിൽ ചെളിപുരണ്ട ശരീരത്തോടെ നിറഞ്ഞ മനസ്സോടെ ദേശീയ ഗാനം പാടി ഞങ്ങൾ പിരിഞ്ഞു. കറുത്ത ബോർഡിൽ കുട്ടികൾ കോറിയിടുന്ന ഒറ്റ വരകളിൽ നിന്നും പോൾ കലാനോട് മാഷ് മനോഹര ചിത്രങ്ങൾ തീർത്തിരുന്നതുപോലെ ഒന്നും അറിയാതിരുന്ന ഞങ്ങളെ ഈ കാണുന്ന ഞങ്ങളാക്കി വരച്ചെടുത്തത് സെൻറ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളാണ്. പാവപ്പെട്ടവനോ പണക്കാരനോ ആരെന്ന് വെളിവാക്കാത്ത യൂണിഫോമിനുള്ളിൽ ജാതിമത ഭേദങ്ങൾ എന്തെന്നുപോലും ശ്രദ്ധിക്കാത്ത മനസ്സുമായി ഞങ്ങൾ പഠിച്ചിറങ്ങിയ 2 നൂറ്റാണ്ടുകളുടെ പൈതൃകം പേറുന്ന ഈ വിദ്യാലയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രതിജ്ഞയെടുക്കുന്നു. ഈ സ്കൂളിൻ്റെയും സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി 1996 ബോയ്സ് കൂട്ടുപിരിയാതെ ഒരൊറ്റ മനസ്സുമായി എക്കാലവും നിലകൊള്ളും. जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे